ഒരു ദിവസത്തെ നൈറ്റ് സ്റ്റേ ഓവറിന് വേണ്ടിയിട്ട് ഹോളിഡേയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഡിസ്റ്റിലറിയിലെ ടൂറൊക്കെ കഴിഞ്ഞത് ഇവിടെ കോർക്കിലെ കിൻസൈൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഹോളിഡേ ഹോമിലെത്തി. ഇതൊരു 5 ബെഡ്റൂമുള്ള ഒരു ഹോളിഡേ ഹോമാണ്. പരമാവധി 26 പേർക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ വന്നു, എല്ലാവരും സെറ്റിൽഡായി. അതിനുശേഷം പയ്യെ വൈകിട്ടത്തേനുള്ള കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. ഇപ്പം പൊറോട്ടയും ബീഫും ചിക്കനും മീനും അതുപോലെ സാലഡും ഒക്കെയാണ്. സൂചിച്ചേട്ടൻ ഇവിടെ പൊറോട്ടയുടെ മാവ് കുഴയ്ക്കുന്നു. ബാക്കി എല്ലാവരും മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജെയിംസ് ചേട്ടൻ്റെ ഇവിടെ സാലഡിനുള്ള ലെറ്റീസൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സോയിച്ചേട്ടൻ ഇതിലേക്ക് മാവ് കഴിക്കുന്നു. സോയിച്ചേട്ടൻ ഇവിടുത്തെ ഒരു ഹോട്ടലിലെ ഒരു ഷെഫാണ് കേട്ടോ. അതുപോലെ ബാക്കി പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു. നമുക്ക് കഴുകാന്നേ, കഴുകട്ടെ, കഴുകല്ലേ ക്ഷമ പരീക്ഷിക്കില്ല. ഞാൻ അന്നസ് പൊട്ടിക്കാൻ പോകട്ടോ. അത് നമുക്ക് ചെയ്യാം. പൊറോട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. കണ്ട ഫസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. അവിടെ ഇരിക്കട്ടെ. ബീഫ്, നല്ല ബീഫിനുള്ള സംഭവം റെഡിയാക്കി വെച്ചിരിക്കുക. ചിക്കൻ ഇവിടെ റെഡിയാവുന്നു. നല്ല വീശടിച്ച പൊറോട്ട നമ്മുടെ സോയിച്ചേട്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇതുവരെ ലൈവായിട്ട് ഉണ്ടാക്കിയൊരു പൊറോട്ട കഴിച്ചിട്ടില്ല. നമ്മുടെ സോയിച്ചേട്ടൻ്റെയും ടിബുചേട്ടൻ അപ്പുറം നിന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ അടിയാണ്. അതുകൊണ്ടോ ഇന്ന് ഞങ്ങൾ പൊറോട്ടയും ബീഫുമാണ് നമ്മുടെ നൈറ്റ്. പൊറോട്ട അടിക്കുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള എല്ലാവർക്കും ഒന്ന് പൊറോട്ട അടിക്കാൻ പഠിക്കണം. അപ്പോൾ ഇത് ആദ്യം ജേക്കബിൻ്റെ കൂടാണ്. ജേക്കബ് ആദ്യമായിട്ടാണ് പൊറോട്ട അടിക്കാൻ പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം സോയിച്ചേട്ടൻ്റെയും ടിബുചേട്ടൻ്റെയും നേതൃത്വത്തിൽ ഓരോരുത്തരെയും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഊഴം ജെയിംസ് ചേട്ടനാണ്. അപ്പൊ പൊറോട്ട അടിക്കാൻ പഠിക്കുന്നതിന്റെ ഓരോ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്, ഓരോ പങ്കപ്പാടുകൾ. ഇപ്പോൾ വരുന്ന വർഷം സോയി ചേട്ടൻ ഇല്ലെങ്കിലും ജെയിംസ് ചേട്ടനും മനോജ് ചേട്ടനും ഒക്കെ ആയിരിക്കും മിക്കവാറും പൊറോട്ട അടിക്കുന്നത്. നമ്മുടെ സോയിയുടെയും ടിബുവിന്റെയും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പൊറോട്ട ഞാൻ ആദ്യമായിട്ട് അടിക്കുകയാണ്. അതിന്റെ ഒരു ട്രെയിനിങ് ആദ്യം നമ്മൾ എണ്ണ പുരട്ടി മാവ് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുക. ടിബു ഇങ്ങനെ തന്നെയല്ലേ? സോയി ഓക്കെ അല്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു എണ്ണ പതുക്കെ തൊട്ട് കൊടുക്കാം. കയ്യുടെ പാടാതെ പാടില്ലെന്നാ. കയ്യുടെ പാട് കുഴപ്പമില്ല, അടിച്ചു വരുമ്പോഴത്തേക്ക് നേരെയാവും. ന്യായമായിട്ട് ഒരുപാട് പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എടുത്ത് വീശുക. ഇത് ഓക്കെ അല്ലേ? ഇതുവരെ ഇപ്പൊ അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ കയ്യിലാണ് ബാക്കി. എന്റെ അടിപൊളി ഒന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. വരുന്നില്ല. ട്രെയിനിങ്ങിന്റെ നമ്മളിങ്ങനെ തെറ്റുകുറ്റങ്ങൾ ട്രെയിനിങ് ഉണ്ടാവും. നമ്മള് വീശി വന്നു. പിന്നെ വീണ്ടും ഒന്നുകൂടെ വീശാൻ പോകണം. തുണിയാലെ പോലെ ഇനി വീശി കഴിഞ്ഞാൽ ചിലപ്പം കൈ ഇന്നിപ്പോ നമ്മളിപ്പോ ഇതിങ്ങനെ വീശി നിർത്തി വെച്ചേക്കാണ്. ഈ ഒരു ശകലം എണ്ണയും ഇങ്ങനെ തൊട്ട് കൊടുത്തിട്ട്
ഇപ്പൊ ഒരുപാട് എണ്ണ ആയിട്ട് ഇനിയിപ്പോ നമ്മൾ പതുക്കെ പിന്നെ എടുക്കുക, പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ഈ നമ്മുടെ കൈ വിരലിലോട്ട് ചുറ്റിനും വെച്ചിട്ട് ഇങ്ങനെ അടുക്കി നല്ല ലെയർ ആയിട്ട് ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഈ ഇതിനെ ടൈറ്റ് ആയിട്ട് ഇതിന് അടിയിലോട്ട് ഒരു ലോക്കും കൂടി ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ നല്ല കുട്ടപ്പനായിട്ട് വരും. ഇതാണ് നമ്മുടെ പൊറോട്ടയുടെ രണ്ടാമത്തെ സ്റ്റേജ്. നിങ്ങളുടെ കൈ കാരണം എന്നെ കാണാം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇവിടുത്തെ ഹോളിഡേ ഹോമും സംഭവം എല്ലാം ഇഷ്ടമായി. അപ്പൊ ഇനി ബാക്കി ഞങ്ങൾ കുക്കിങ്ങും പരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.